മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗുരുവായൂരിലെ ക്ഷേത്രാചാരങ്ങൾ, പൂജകൾ എന്നിവയിൽ മാറ്റം വരുത്താൻ അധികാരമുണ്ട് എന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ്. സുപ്രീം കോടതിയിൽ ഇക്കാര്യം വ്യക്തമാക്കി സത്യവാങ്മൂലം ഫയൽ ചെയ്തു. നിരവധി ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മുൻ തന്ത്രി മാറ്റം വരുത്തിയിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് പറഞ്ഞു. ബി ബാലഗോപാൽ വിശദ വിവരങ്ങളുമായി ചേർന്നു. ബാലഗോപാൽ, ഈ സത്യവാങ്മൂലത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? മോത്തി, ഗുരുവായൂരിലെ ക്ഷേത്രത്തിലെ വൃശ്ചികമാസത്തിലെ ഏകാദശി ദിനത്തിൽ നടക്കുന്ന ഉദയാസ്തമയ പൂജ തുലാമാസത്തിലേക്ക് മാറ്റിയതിനെതിരായ ഹർജിയിലാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത്. ദേവസ്വം ഭരണസമിതിയിലെ അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാറാണ് ഈ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ സത്യവാങ്മൂലത്തിലാണ് ഗുരുവായൂരിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പൂജകൾ എന്നിവയിൽ മാറ്റം വരുത്തുന്നതിന് അധികാരമുണ്ട് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ആക്ടിലെ 10G പ്രകാരം ഈ ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങളും ക്രമീകരണങ്ങളും ഒരുക്കുകയാണ് ദേവസ്വത്തിന്റെ കടമയായി ഉള്ളത്. നേരത്തെ മുമ്പും ഇത്തരത്തിൽ ഈ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പൂജകൾ എന്നിവ മാറ്റിയിട്ടുണ്ട് എന്നും ഇതിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് ഉദാഹരണമായി പറയുന്നത് ഗുരുവായൂരിൽ ധ്വജസ്തംഭത്തിന് തൊട്ടടുത്തായിരുന്നു ആദ്യകാലങ്ങളിൽ ഈ വിവാഹങ്ങളും മറ്റും നടന്നിരുന്നത്. പിന്നീട് ആൾക്കൂട്ടവും മറ്റും ഉണ്ടായതിനെ തുടർന്ന്, ആൾത്തിരക്കും മറ്റും ഉണ്ടായതിനെ തുടർന്ന് ഇത് ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ ചോറൂണും മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിലെ തന്ത്രിയുടെ അനുമതിയോടുകൂടിയാണ് ഈ ഉദയാസ്തമയ പൂജയിൽ ഉദയാസ്തമയ പൂജയിൽ മാറ്റം വരുത്തിയതെന്നും ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തന്ത്രിയുടെ കുടുംബമായ പുഴക്കര ചേനാസ് മനയിൽ അംഗങ്ങൾ തമ്മിലുള്ള തർക്കമാണെന്നും അതിൽ ഒരു വിഭാഗം നിലവിലെ തന്ത്രിക്കെതിരാണെന്നും അവരാണ് ഈ ഹർജിക്ക് പിന്നിലെന്നുമാണ് ഈ സത്യവാങ്മൂലത്തിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഒരു വിഭാഗം ആൾക്കാർ ഈ തന്ത്രി എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ദേവസ്വം ആക്ടിൽ ഒരാൾക്ക് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുഴങ്ങര ചേനാസ് മനയിലെ എല്ലാ അംഗങ്ങൾക്കും തങ്ങൾ തന്ത്രി കുടുംബ അംഗങ്ങളാണെന്ന് പറയാൻ അവകാശമില്ല എന്നും ഗുരുവായൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ എന്തുകൊണ്ടാണ് ഈ പൂജ മാറ്റിയതെന്നതിനെ സംബന്ധിച്ച് ഗുരുവായൂർ ദേവസ്വത്തിനോട് സുപ്രീം കോടതി വിശദീകരണം തേടിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ദേവസ്വം ഭരണസമിതി അഡ്മിനിസ്ട്രേറ്റർ സുപ്രീം കോടതിയിൽ ഈ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത്. ബാലഗോപാലാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.